റഷീദ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ്. ഏത് രീതിയിലാണ് ഈ ദില്ലി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ആരൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട NIA അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണമൊക്കെ തന്നെയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ വിവിധ സംഘങ്ങളായിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ NIA ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര മന്ത്രാലയം ഈ കേസ് NIAക്ക് കൈമാറിയിട്ടുള്ളത്. UAPA അടക്കം ചാർത്തിക്കൊണ്ടുള്ള ഒരു കേസ് അന്വേഷണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം പരിശോധനയിൽ നിന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ 70 കിലോയോളം വരുന്ന അമോണിയം നൈട്രേറ്റ് ആണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി എത്തുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഫലം കൂടി പുറത്തു വരും. അപ്പോഴേക്കും ഈ രാസവസ്തുക്കൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്നതിലൊരു പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് സംഘങ്ങൾക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ വാഹനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ദില്ലിയിലെ വിവിധ മേഖലകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ITO, കൊണാട്ട് പ്ലേസ്, അതോടൊപ്പം തന്നെ മയൂർ വിഹാർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൂടെ ഈ വാഹനം സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒക്കെ തന്നെയും പോലീസും അതോടൊപ്പം ദേശീയ അന്വേഷണ ഏജൻസികളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ദില്ലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 പേരുണ്ടായിരുന്നു. പിന്നീട് ഈ 2 പേർ എപ്പോഴാണ് ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടാകുന്ന തൊട്ട് മുമ്പായി വൈകുന്നേരം 3 മണി മുതൽ 6:30 വരെ കനേരി പാർക്കിലാണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. ഈ സമയത്ത് ഈ വാഹനം ഓടിച്ചിരുന്ന മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന ആൾ മറ്റാരെങ്കിലുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയോ അല്ലെങ്കിൽ സന്ദർശനം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അതേസമയം ചാവേർ ആക്രമണമല്ല എന്നുള്ള കാര്യമാണ് ദേശീയ അന്വേഷണ ഏജൻസികളും പോലീസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ചാവേർ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വാഹനം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇടിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മേഖലയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവാറ്. പക്ഷേ ഇത് വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അബദ്ധവശാൽ പൊട്ടിയതാകാം എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് ഇപ്പോൾ NIA സംഘം എത്തിയിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡോക്ടർ ജലീൽ, അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉമർ തുടങ്ങിയിട്ടുള്ളവരുടെ ഈ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഡോക്ടർമാരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ATSൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അൽഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഇന്നും തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമർ മുഹമ്മദിൻ്റെ മാതാവിൻ്റെ DNA ഫലം ഇന്ന് പുറത്തു വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടുകൂടി ഇയാളുടെ മൃതദേഹം കൂടി തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഫോറൻസിക് വിഭാഗത്തിനും ആശുപത്രി അധികൃതർക്കും ഉള്ളത്. എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസി കൃത്യമായി തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി റഷീദാണ്, ദില്ലി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന വ്യക്തമായ ഒരു ചിത്രം നമുക്ക് നൽകിയത്.